സർ, നമുക്കറിയാം ഇറാൻ യുദ്ധം അല്ലെങ്കിൽ സംഘർഷം ഇന്ന് 11ാം ദിവസത്തിലേക്കാണ്. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവസാനിക്കുമെന്ന് നമ്മൾ കരുതിയിടത്തു നിന്നും ഇത്രയേറെ ദിവസങ്ങൾ നീണ്ടു. ഇനി ഈ യുദ്ധം തീരാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ വിനോദ് സാറിന്റെ ഒരു വിലയിരുത്തലിൽ യുദ്ധം എങ്ങനെ തീരാനാണ് സാധ്യത? നീതു, ഒരു യുദ്ധം തുടങ്ങുന്നവരല്ല പലപ്പോഴും യുദ്ധം അവസാനിപ്പിക്കുന്നത്. നമ്മൾ യുദ്ധങ്ങളുടെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ, ലോകമഹായുദ്ധങ്ങളുടെ ചരിത്രം ഒക്കെ തന്നെ നോക്കുകയാണെങ്കിൽ, വളരെ നിസ്സാരമായി രണ്ട് രാജ്യങ്ങൾ തമ്മിൽ തുടങ്ങി പിന്നെ അത് വലിയ എല്ലാ രാജ്യങ്ങളും ഏറ്റുപിടിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നപ്പോഴാണ് അതിനെ ലോകമഹായുദ്ധം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ യുദ്ധത്തിന്റെ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ, ആക്രമിക്കപ്പെടുന്ന രാജ്യങ്ങളുടെ എണ്ണം എടുത്താൽ ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കമെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന തരത്തിലായി കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഇത് ഒരുപക്ഷെ റഷ്യ, ചൈന എന്നിവരൊക്കെ കാണിക്കുന്ന റെസ്ട്രെയിൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ വളരെ ബോധപൂർവം, വളരെ തന്ത്രപൂർവം അതിനകത്ത് നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത് പടർന്നു പിടിക്കാതിരിക്കുന്നത് എന്നുള്ളതാണ്. ഏത് നിമിഷവും ഇത്തരം കാര്യങ്ങൾ കുഴപ്പത്തിൽ ചെന്ന് ചാടാനുള്ള സാധ്യതകളുണ്ട്. ഞാൻ അതിന്റെ ഒന്ന് രണ്ട് സാധ്യതകൾ പറയുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. നമുക്കറിയാം, ഇന്നലെ ഞാൻ അത് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാം, അപ്പോഴാണ് അതിന്റെ കാര്യത്തിന്റെ ഗൗരവം എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. ഇന്നലെ ഈ നമ്മുടെ ഇന്ത്യൻ സർക്കാർ എന്തുകൊണ്ടാണ് ഒന്നും പ്രതികരിക്കാത്തതെന്ന് ഇവിടുത്തെ മാധ്യമങ്ങള്, ഇവിടുത്തെ രാഷ്ട്രീയക്കാരൊക്കെ സ്ഥിരമായിട്ട് നമ്മുടെ രാജ്യം ഭരിക്കുന്നവരോട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അവർ ചോദിച്ച് അവസാനം പാർലമെന്റിൽ പ്രശ്നം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ചർച്ച വേണമെന്ന് പറഞ്ഞു. അപ്പം സ്പീക്കറും മന്ത്രിയൊക്കെ പറഞ്ഞത് ഉത്തരം പറയാം, പക്ഷെ ചർച്ചകൾ ഉണ്ടാവില്ല. അത് ചർച്ചകൾ ഉണ്ടാവില്ല എന്ന് പറയുന്നതിന് വളരെ പ്രധാനപ്പെട്ടാണ്. ഇന്നലെ നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയുമ്പോൾ അതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്നലെ അദ്ദേഹം പറഞ്ഞത്, ഇറാനിൽ നിന്നുള്ള 3 കപ്പലുകളാണ് ഇന്ത്യയിൽ മിലൻ 2026 എന്ന പേരിൽ ഹൈദരാബാദിലല്ല, നമ്മുടെ വിശാഖപട്ടണത്തെ ഒരു വലിയ നേവൽ ഒരു പ്രോഗ്രാം നടക്കുകയുണ്ടായി. യുദ്ധക്കപ്പലുകളുടെ ഏകദേശം 75 യുദ്ധക്കപ്പലുകൾ പങ്കെടുത്ത, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള യുദ്ധക്കപ്പലുകൾ പങ്കെടുത്ത ഒരു വലിയ സംഭവം നടക്കുകയുണ്ടായി ഇതിന് തൊട്ട് മുൻപ്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് മടങ്ങിപ്പോയതാണ് 3 ഇറാനിയൻ യുദ്ധക്കപ്പലുകൾ. അതിലൊന്നിനെയാണ് ശ്രീലങ്കയുടെ തെക്കൻ തീരത്ത് വെച്ചിട്ട് അമേരിക്ക ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായിട്ട്, സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ആദ്യമായിട്ട് ഒരു യുദ്ധക്കപ്പലിനെ മറ്റൊരു അന്തർവാഹിനി ടോർപിഡോ ഉപയോഗിച്ച് നശിപ്പിച്ചു കളഞ്ഞത്. സെക്കൻഡുകൾ കൊണ്ട് അത് സംഭവം നടന്നു. ഇന്നലെയാണ് ഇന്ത്യ, അപ്പം എന്തുകൊണ്ടാണ് ഇന്ത്യ അതിനെതിരെ പ്രതികരിക്കാത്തത്? ഇന്ത്യയിൽ നിന്ന് പോയ കപ്പലല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇവിടുത്തെ ആളുകളും മാധ്യമങ്ങളും ഒക്കെ വല്ലാതെ പ്രശ്നം ഉണ്ടാക്കി. ഇന്നലെയാണ് അതിന്റെ സത്യാവസ്ഥ ആദ്യമായിട്ട് നമ്മൾ പൊതുജനങ്ങൾ സർക്കാരിൽ നിന്ന് കേൾക്കണം. ഫെബ്രുവരി 28-ാം തീയതി ഇറാൻ സർക്കാർ ഈ 3 കപ്പലുകൾക്കും ഇന്ത്യയിൽ അഭയം കൊടുക്കണം എന്ന് വെച്ചാൽ 28-ാം തീയതിയാണ് ആക്രമണം തുടങ്ങിയത്. ഈ ആയത്തുള്ള അൽ ഖൊമൈനിയെ വധിക്കുന്ന ആ ഫസ്റ്റ് ആക്രമണം നടക്കുന്നത് ഫെബ്രുവരി 28-നാണ്. അന്ന് തന്നെ ഇറാൻ സർക്കാർ ഇന്ത്യയിലാണ്, അവരുടെ 3 കപ്പലുകൾ ഇന്ത്യയിലാണെന്നറിയാം, ഇന്ത്യയിൽ നിന്ന് യാത്ര തിരിച്ചു കഴിഞ്ഞു, ഇന്ത്യയിൽ അഭയം കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇന്ത്യൻ സർക്കാർ 2 ദിവസം ആലോചിച്ച് എന്താണ് ഇതിന്റെ വരുംവരായികളെന്ന് ആലോചിച്ചിട്ട് 1-ാം തീയതി ആ വലിയ തീരുമാനം ഇന്ത്യൻ സർക്കാർ എടുക്കുകയാണ്. അമേരിക്കയും ഇസ്രായേലും നമുക്ക് വേണ്ടപ്പെട്ട രാജ്യങ്ങളാണ് ഇറാനെ ആക്രമിക്കുന്നത്, ഇറാനും വേണ്ടപ്പെട്ട രാജ്യങ്ങളാണ്. 1-ാം തീയതി നമ്മുടെ സർക്കാർ ആ തീരുമാനമെടുത്തു. ശരി, ആ 3 കപ്പലുകൾക്കും ഇന്ത്യയിൽ അഭയം നൽകാൻ ഞങ്ങൾ സമ്മതിച്ചു. മാനുഷിക പരിണാമം, അദ്ദേഹം പറഞ്ഞ വാക്കുതാണ് വസുദൈവ കുടുംബകം, അതായത് ലോകം മുഴുവൻ ഒരു കുടുംബമാണ് എന്ന ഭാരതത്തിന്റെ ആദർശത്തിന്റെ കീഴിൽ അഭയം ചോദിച്ചവർക്ക് അഭയം കൊടുത്തിരിക്കുന്നു. നമുക്കറിയാം, മറ്റേ സൈഡിൽ നിൽക്കുന്നത് അമേരിക്കയും ഇസ്രായേലും ആണെന്ന് കൃത്യമായ ബോധ്യത്തോടുകൂടി ശരി, കപ്പലുകൾ നമ്മുടെ രാജ്യത്തോട്ട് വന്നോട്ടെ എന്ന് വെച്ചാൽ കൊച്ചിയിലോട്ട് വന്നോട്ടെ എന്നാണ് പെർമിഷൻ കൊടുത്തത് 1-ാം തീയതി. ആ കപ്പലുകൾക്ക് ഇവിടെ എത്താൻ സമയമെടുക്കും. അങ്ങനെ 4-ാം തീയതി ഒരു കപ്പൽ ഇന്ത്യൻ തീരത്തോട് അടുത്തപ്പോഴായിരിക്കാം, ഇതൊക്കെ ഞാൻ എൻ്റെ ഊഹാപോഹങ്ങളാണ് പറയുന്നത്,
ആ കപ്പലിനെ എവിടെയെങ്കിലും വെച്ച് ആക്രമിക്കാനായിരുന്നിരിക്കും ഒരുപക്ഷെ അമേരിക്കയുടെ തന്ത്രം. പക്ഷേ ആദ്യത്തെ യുദ്ധക്കപ്പൽ ഇന്ത്യ ലക്ഷ്യമാക്കി വരുന്നു, കൊച്ചി ലക്ഷ്യമാക്കി വരുന്നു എന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് അപകടം മണക്കുകയും അവര് രണ്ടാമത്തെ കപ്പലിനെ ശ്രീലങ്കൻ തീരത്തിന് വളരെ അടുത്ത് വെച്ചിട്ട് അവര് ടോർപിഡോ കൊണ്ട് ആക്രമിച്ച് മുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ആദ്യത്തെ കപ്പല്, ഇന്ത്യൻ കപ്പൽ ലെവിൻ എന്ന് പറയുന്ന കപ്പൽ, ഐറിസ് ലെവിൻ എന്ന് പറയുന്ന കപ്പല് കൊച്ചിയിലെടുത്തു. കൊച്ചിയിൽ അതിന് അഭയം കൊടുത്തു. മറ്റേ മൂന്നാമത്തെ കപ്പലിന് ഇത് ക്രോസ് ചെയ്ത് വരാൻ പറ്റൂല, കഴിഞ്ഞ ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന വഴിക്ക് അമേരിക്ക വീണ്ടും ആക്രമിക്കുമെന്നുള്ളതുകൊണ്ട് അവർ ബുദ്ധിപരമായിട്ട് ശ്രീലങ്കയോട് അഭയം മാറ്റി ചോദിച്ചു. ശ്രീലങ്കൻ സർക്കാർ അഭയം കൊടുത്തു. അത് ശ്രീലങ്കയിൽ തന്നെ കിടന്നു. എന്തുകൊണ്ടാണ് ഇന്ത്യ അത്തരം ഒരു തീരുമാനമെടുക്കുന്നതിന്റെ ഒരു അപകടം നമ്മൾ കാണണം. ഈ ഇന്ത്യക്ക് കൊച്ചിയിലുള്ള ഇറാനിയൻ കപ്പലിനെ അമേരിക്കൻ അന്തർവാഹിനിയോ ഒരു മിസൈലോ ആക്രമിച്ചാൽ ഇന്ത്യക്ക് യുദ്ധത്തിൽ ചേരാതിരിക്കാൻ വേറെ മാർഗമില്ല. പിന്നെ കാര്യം നമ്മുടെ രാജ്യത്തിനകത്ത് കിടക്കുന്ന നമ്മുടെ സംരക്ഷണയിലുള്ള ഒരു വിദേശ കപ്പൽ, അത് ഇറാന്റെ ആയിക്കോട്ടെ ആരുടെ ആയിക്കോട്ടെ, കപ്പലിന് നമ്മൾ അഭയം കൊടുത്ത കപ്പലിനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയുമായിട്ട് പിന്നെ യുദ്ധമാണ്. അത് അമേരിക്ക ആയാലും ശരി, ഇസ്രായേൽ ആയാലും ശരി, വേറെ മാർഗമില്ല. അതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് അത് അറിയാവുന്നതുകൊണ്ടാണ് അമേരിക്ക ഇന്ത്യയിൽ എത്തുന്നതിന് മുമ്പ് ആ കപ്പലിനെ, രണ്ടാമത്തെ കപ്പലിനെ ബോംബ് വെച്ച് തകർത്തത്. എല്ലാവരും ചോദിക്കുക അതെന്താ കുറച്ചുകൂടെ കഴിഞ്ഞ, അവർക്കറിയാമായിരുന്നു അത് ഇന്ത്യയിലേക്കാണ് വരുന്നത്. ഈ 3 കപ്പലുകൾക്കും ഇന്ത്യയിലേക്ക് വരാനുള്ള അഭയം കൊടുത്തിരുന്നു എന്നുള്ളത് സത്യമാണ്. അപ്പൊ ഏത് രാജ്യം, ഇപ്പൊ നമുക്കറിയാം ഇറാൻ, നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ മുഴുവൻ ആക്രമിച്ചു. ഇപ്പോഴും ഗൾഫ് രാജ്യങ്ങൾ ആക്രമിക്കാൻ കാരണം അമേരിക്കയ്ക്ക് താവളം ഒരുക്കി എന്നുള്ളതാണ് അവർ പറയുന്ന കാരണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തികമായി ആ രാജ്യത്തെ പ്രദേശങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാക്കി, എണ്ണപ്പാടങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കി, എണ്ണയുടെ മൂവ്മെന്റിന് പ്രശ്നമുണ്ടാക്കി, അമേരിക്കയെ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഗൾഫ് രാജ്യങ്ങൾ, അവരുടെ സുഹൃത്ത് രാജ്യങ്ങളായ ഗൾഫ് രാജ്യങ്ങളെ കൊണ്ട് നിർബന്ധിക്കുക എന്നുള്ളതാണ് ഇറാന്റെ തന്ത്രം. ഇനി ഇതിനിടയിൽ ഇപ്പൊ ചൈനയുടെ കപ്പലുകൾ അവിടെ ഉണ്ട്, സ്പൈ കപ്പലുകൾ അവിടെ ഉണ്ട്, റഷ്യയുടെ പ്രശ്നങ്ങളുണ്ട്. ഇത് ഏതെങ്കിലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ യുദ്ധം എങ്ങനെ മാറിപ്പോകും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇന്ത്യ അഭയം കൊടുത്തത് ആ റിസ്ക് എടുത്തത് കൊണ്ടാണ്. അങ്ങനെ വന്നാൽ ഞങ്ങൾ നോക്കാൻ റെഡിയാണ് എന്നുള്ളത് കൊണ്ടാണ് കൊടുത്തത്. ഒരു പക്ഷെ കൃത്യമായ അതിനകത്ത് ഇടപെടരുത് എന്ന് അമേരിക്കയ്ക്കോ ഇസ്രായേലിനും കൃത്യമായ നിർദ്ദേശവും ഒരുപക്ഷെ ഇന്ത്യ നൽകിയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞ യുദ്ധം എങ്ങോട്ട് പോകുമെന്നോ എങ്ങനെ അവസാനിക്കുമെന്നോ എപ്പോ അവസാനിക്കുമെന്നോ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ കരുതുന്നത് അമേരിക്കയ്ക്ക് ഇപ്പം എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ്. കാരണം അമേരിക്ക വിചാരിച്ച പോലെ കാര്യങ്ങൾ പോയില്ല എന്നാണ്. ഇതിപ്പം ഞാൻ പറഞ്ഞില്ല, ഓരോരുത്തരും അവരവരുടെ നിഗമനങ്ങളിൽ എത്തുന്നത് അവരവരുടെ നിരീക്ഷണങ്ങൾ അനുസരിച്ചാണ്. ഞാൻ ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിരുന്നു, ഇത് അമേരിക്ക ഉദ്ദേശിക്കുന്നിടത്ത് യുദ്ധം നിൽക്കില്ല. കാരണം ഞാൻ ഇറാൻ അങ്ങനത്തെ ഒരു നിസ്സാരമായ രാജ്യമല്ല. ഇറാന്റെ കയ്യിൽ ധാരാളം ദീർഘദൂര മിസൈലുകളുണ്ട്, മറ്റെന്തൊക്കെ ആയുധങ്ങളുണ്ടെന്ന് നമുക്ക് അറിയണമെന്നില്ല. അപ്പൊ അവരത് പ്രയോഗിക്കും. തീർച്ചയായിട്ടും അവരുടെ രാജ്യത്തിനെ നശിപ്പിക്കാൻ വരുമ്പോൾ അവരത് പ്രയോഗിക്കും. അതുകൊണ്ട് അമേരിക്ക ഉദ്ദേശിച്ച രീതിയിൽ യുദ്ധം നിൽക്കില്ല എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ഈ യുദ്ധം നടന്നു കഴിഞ്ഞ് ഇപ്പം ഞാൻ പറഞ്ഞത് സത്യമായിട്ട് വന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പൊ മറ്റുള്ളവർക്ക് അത് ആലോചിക്കാവുന്ന കാര്യമാണ്. അമേരിക്ക ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ പോയില്ല. അമേരിക്കയും ഇസ്രായേലും വിചാരിച്ചത് അവരുടെ ഒരു ഡീകാപ്പിറ്റേഷൻ സ്ട്രൈക്ക് നടത്തി അവരുടെ തലവനെ വധിച്ചു കഴിയുമ്പോൾ അവർ കീഴടങ്ങുമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് 40 ഉന്നത സൈന്യത്തിന്റെ നേരിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് കൊല്ലപ്പെട്ടത്. അതോടുകൂടി കീഴടങ്ങുമെന്ന് വെച്ചു. കീഴടങ്ങിയോ? ഇല്ല. രണ്ടാമത് ഈ അവരുടെ അടുത്ത ഇദ്ദേഹത്തിന്റെ മകൻ വന്നതോടുകൂടി ആക്രമണം ശക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇന്നലെയാണ് അദ്ദേഹം ചാർജ് എടുത്തത്. അതോടുകൂടി തന്നെ ഈ ഗ്ലൈഡ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലും വെച്ച് ഈ ആക്രമണം ശക്തമാക്കുകയാണ് ചെയ്തത്. അപ്പൊ അവിടെ അമേരിക്കയ്ക്ക് പിഴച്ചു, അല്ലെങ്കിൽ ഇവിടെ ഇസ്രായേലിന് പിഴച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ശരിക്കും പറഞ്ഞാല് ഇത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ലക്ഷ്യങ്ങൾ തികച്ചും വ്യത്യസ്തമാണെന്നാണ് ഞാൻ കരുതുന്നത്. എന്തുകൊണ്ടാണ്? ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് പറഞ്ഞ് അവർ തുടങ്ങിയെങ്കിലും ഈ അമേരിക്കയ്ക്ക് വേണ്ടത് എന്താണ്? ഇപ്പോഴത്തെ അവരുടെ ആ റെജീം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു തലവനെ ഒഴിവാക്കുക, ഭരണം വേറെ ആരെങ്കിലും ഏൽപ്പിക്കുക, അണുവായുധങ്ങൾ ഉണ്ടാക്കാതെ നോക്കുക. ഇതാണ് അമേരിക്കയുടെ ആവശ്യം, അല്ലേ? അതായത് ഇറാനെ കൊണ്ട് തന്ത്രപരമായ ഒരു കീഴടങ്ങലിന് നിർബന്ധിപ്പിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ സ്ട്രാറ്റജിക് സബ്മിഷൻ എന്ന് പറയും. അതിനാണ് അമേരിക്കയുടെ ലക്ഷ്യം, അല്ലെങ്കിൽ ട്രംപിന്റെ ലക്ഷ്യം.
പക്ഷേ നെത്യാഹുവിന്റെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ലക്ഷ്യം എന്താണ്? ഇസ്രായേൽ എന്ന ഒരു രാജ്യത്തെ അനുവദിക്കില്ല, ഞങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കും എന്നാണ് ഇറാന്റെ നേതാവ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഇറാന്റെ ഉദ്ദേശം ഭരണകൂട മാറ്റവും ഇറാന്റെ സമ്പൂർണമായ തകർച്ചയുമാണ് ഇസ്രായേലിന്റെ ആവശ്യം. അതുകൊണ്ട് യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ തന്നെ വലിയ വ്യത്യാസമുണ്ടെന്ന് വേണം ഞാൻ കരുതാൻ. ഒരുപക്ഷെ അമേരിക്കയ്ക്ക് ഇത് 4 ആഴ്ച കൊണ്ട് അവസാനിപ്പിക്കണമെന്നാണെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചോളം ഇത് എത്ര നാൾ വേണമെങ്കിലും തുടരാൻ അവർ തയ്യാറാണ്. കാരണം അവരെ സംബന്ധിച്ചോളം ജീവൻ മരണ പ്രശ്നമാണ്. ഞാൻ വേറൊരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു സ്ഥലമാണ്. അവിടെ ഒരു അനുഭവം വിട്ടാൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യമേ പിന്നെ ഉണ്ടാവില്ല. ഇറാനിൽ അങ്ങനെ പെട്ടെന്നൊന്നും സംഭവിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള ഇതൊരു വലിയ ജീവൻ മരണ പ്രശ്നം തന്നെയാണ്. പ്രത്യേകിച്ച് അവരുടെ പഴയ നേതാവ് പറഞ്ഞിരുന്ന ഇസ്രായേലിനെ തുടച്ചു നിർത്താതെ, ഇസ്രായേലി ജനതയെ തുടച്ചു നിർത്താതെ ഞങ്ങൾക്ക് ഉറക്കമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെയാണ് അതിന്റെ പ്രശ്നം. ഇനി അമേരിക്കൻ പ്രസിഡന്റ് എന്താണ്, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് എന്താണ്? ആഗോള വിപണി വളരെ പ്രധാനപ്പെട്ടാണ്. ട്രംപ് നമുക്കറിയാം ഒരു ബിസിനസ്സുകാരനാണ്. അയാൾ ഇപ്പൊ പറയുന്നത് എന്താണ്, അടുത്ത വർഷം പറയുന്നത് എന്താണ്, നാളെ പറയുന്നത് എന്താണെന്ന് അറിയില്ല എന്നുള്ളത് സത്യമാണ്. അപ്പൊ ആഗോള വിപണിയും എണ്ണ വിലയും അമേരിക്കയ്ക്ക് വളരെ പ്രധാനമാണ്. നേരെ മറിച്ച് ഇസ്രായേലിനെ സംബന്ധിച്ചോളം ഇസ്രായേലിന്റെ സുരക്ഷയും നിലനിൽപ്പുമാണ് പ്രശ്നം. ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അമേരിക്കയുടെ ലക്ഷ്യങ്ങളും ഇസ്രായേലിന്റെ ലക്ഷ്യങ്ങളും വളരെ വ്യത്യസ്തമാണെന്ന്. ഇനി ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? എന്തൊക്കെ പറഞ്ഞാലും ഇതാരും അവരുദ്ദേശിച്ച പോലെ പോയില്ല. ഈ യുദ്ധം അമേരിക്ക ഉദ്ദേശിച്ച പോയില്ല, ഇസ്രായേൽ ഉദ്ദേശിച്ച പോലെ പോയില്ല, ഇറാൻ ഉദ്ദേശിച്ച പോലെയും പോയിട്ടില്ല. ഇതെല്ലാം മാറ്റമാണ്. പക്ഷെ എന്താണ് സംഭവിക്കുന്നത്? ഓൾറെഡി തന്നെ അമേരിക്കയിൽ വിലക്കയറ്റം. അമേരിക്കൻ ജനതയ്ക്ക് ലോകത്ത് എന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നമില്ല. പക്ഷേ അമേരിക്കക്കാർക്ക് പൊള്ളിയാൽ അമേരിക്കക്കാരുടെ സ്വഭാവം മാറും. അതായത് ഓൾറെഡി അവിടെ വല്ലാത്ത വിലക്കയറ്റം ഗ്യാസിന് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് അമേരിക്കയിൽ. മാത്രമല്ല അമേരിക്കയെ സംബന്ധിച്ചോളം അവരുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണെന്ന് പറയുന്നത് ഈ അമേരിക്കൻ സൈനികരുടെ മൃതദേഹങ്ങൾ ഈ പ്ലെയിനിൽ അമേരിക്കയിൽ കൊണ്ടിറക്കുമ്പോൾ അതിന് വലിയ പ്രചാരമാണ് അവിടുത്തെ ചാനലുകൾ നൽകുക. അങ്ങനെ ഇപ്പോ അമേരിക്കയിലോട്ട് അമേരിക്കൻ സൈനികരുടെ മൃതദേഹങ്ങൾ എത്തിത്തുടങ്ങി. അത് വരുമ്പോൾ അവർക്കതൊരു വലിയ പ്രശ്നമാണെന്നുള്ളത് നാം തിരിച്ചറിയണം. ഇപ്പൊ തന്നെ ഏകദേശം 54% പേരും അമേരിക്ക ഈ ഇറാനുമായിട്ട് യുദ്ധത്തിൽ ഇടപെട്ടതിനെ എതിർക്കുകയാണ്. 54% പേർ. 74% പേരും കരുതുന്നത് ഒരു കാരണവശാലും അമേരിക്ക അവരുടെ സൈനികരെ ഇറാനിൽ കൊണ്ടിറക്കരുതെന്നാണ്. അതായത് ഈ ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട് എന്ന് പറയും. അതായത് അമേരിക്കൻ പട്ടാളം ഒരു കാരണവശാലും ഇറാനിൽ ചെന്നിറങ്ങാൻ പാടില്ല എന്നുള്ളതാണ് 74% അമേരിക്കക്കാരും ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം ഇറാനെ പോലെ ഒരു രാജ്യത്ത്, അതെന്ന് വെച്ചാൽ ഇറാഖിൽ ചെന്നിറങ്ങിയ അമേരിക്കൻ പട്ടാളക്കാരുടെയും പണ്ട് വിയറ്റ്നാമിൽ ചെന്നിറങ്ങിയ പട്ടാളക്കാരുടെയും അഫ്ഗാനിസ്ഥാനിൽ ചെന്നിറങ്ങിയ അമേരിക്കൻ പട്ടാളക്കാരുടെയും ഗതികേട് എന്താണെന്ന് അമേരിക്കൻ ജനതയ്ക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതേ സംഭവം ഇറാനിലും സംഭവിക്കുമെന്നുള്ളത് കൊണ്ട് അവരതിന് വലിയ എഗൈനസ്റ്റ് ആണ്. മാത്രമല്ല ഈ ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞല്ലോ ഈ മൊജ്തബ ഖമേനി എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഇതിന്റെ നിലയിൽ തിരിച്ചടി ശക്തമാക്കി തുടങ്ങി. അപ്പൊ അവരുദ്ദേശിച്ച പോലെ കാര്യങ്ങൾ പോകുന്നില്ല. ഇത് നീണ്ടുപോകുന്നത് അമേരിക്കയ്ക്ക് പ്രശ്നമാണ്. 2 ദിവസം മുന്നേ ഇന്നലെയോ മെനഞ്ഞാന്നുമായിട്ട് മറ്റൊരു കാര്യം കൂടെ നടന്നു. ഈ ഇസ്രായേലിന്റെ ആക്രമണം എന്ന് പറഞ്ഞാൽ കണ്ണിച്ചോരയില്ലാത്ത ആക്രമണമാണ്. അപ്പൊ അവര് ഈ അമേരിക്കൻ നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് അവിടുത്തെ എണ്ണപ്പാടങ്ങൾ മുച്ചൂട് മുടിച്ചു കളഞ്ഞത് ഇറാന്റെ. അത് അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ഓൾറെഡി ഒരു തർക്കം ഉടലെടുത്തിട്ടുണ്ട്. അമേരിക്ക പറഞ്ഞത് നിങ്ങൾ കാണിച്ചത് ആവശ്യത്തിലധികമുള്ള ഫോഴ്സാണ്, ഇങ്ങനെ നശിപ്പിക്കാൻ നമ്മൾ തമ്മിൽ ധാരണ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. കാരണം എന്ന് പറഞ്ഞാൽ ലോകത്ത് എണ്ണ വിപണി നശിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എണ്ണ വിപണിക്ക് അസ്ഥിരത ഉണ്ടാക്കി കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന അപകടം അമേരിക്കയ്ക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അങ്ങനെ ഒരു സംഭവം അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. കാരണം അത് അമേരിക്കയെ തിരിച്ചു കടിക്കുമെന്നുള്ളത് അമേരിക്കയ്ക്ക് വളരെ കൃത്യമായിട്ടറിയാം. അമേരിക്കയുടെ കൂടുതൽ ആളുകൾ മരിച്ചു തുടങ്ങി. അമേരിക്ക പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇറാന്റെ മിസൈലുകൾ അവരുടെ വ്യോമസേന താവളങ്ങളിൽ വന്ന് പതിച്ചു കഴിഞ്ഞു. അപ്പൊ ഇത് നമുക്കറിയാം. നമ്മൾ ഈ അമേരിക്കയും ഇസ്രായേലും പറയുന്നത് മാത്രമാണ് നമുക്കറിയാവുന്നത്. നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, ഇറാനിൽ നിന്ന് വരുന്ന വാർത്തകൾ പലപ്പോഴും നമുക്ക് അവിടെ ഇന്റർനെറ്റ് ഒക്കെ ഇല്ലാത്തതുകൊണ്ട് ഔദ്യോഗികമായിട്ട് റിലീസ് ചെയ്യുന്നത് മാത്രമേ വരാവൂ.
നമുക്ക്. പക്ഷേ അമേരിക്ക പറയുന്ന വാർത്തകൾ നമുക്ക് ഗൾഫിലുള്ള കാര്യം നമ്മുടെ ആളുകൾ കുറച്ച് പറയുന്നു. പക്ഷെ ഗൾഫിൽ നിന്നുള്ള വാർത്തകൾക്ക് പോലും ഇപ്പൊ ഗൾഫ് രാജ്യങ്ങൾ റെസ്ട്രിക്ഷൻ വരുത്തിയിട്ടുണ്ട്. അടുത്തത് ഇസ്രായേൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇവിടുന്ന് ഇസ്രായേലിനകത്തു നിന്നുള്ള ഒരു വീഡിയോ പോലും ചാനലുകളോ യൂട്യൂബുകളോ സോഷ്യൽ മീഡിയകളോ ചെയ്താൽ നിങ്ങളെ പിടിച്ച് അകത്തിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം ഞാൻ അപ്പൊ അതുകൊണ്ട് ഓരോ രാജ്യവും അവരവരുടെ കിട്ടുന്ന അടികൾ പുറത്ത് പറയാറില്ല. അപ്പൊ നമുക്ക് ഈ യുദ്ധത്തിൽ എന്താണ് സംഭവിക്കുന്നുള്ളതിനെ പറ്റിയുള്ള ശരിയായ ചിത്രം ഇല്ല എന്ന്, അത് ഇസ്രായേൽ സംഭവിക്കുന്നതിനെ കുറിച്ചും ഗൾഫിൽ സംഭവിക്കുന്നതിനെ കുറിച്ചും ഇറാനിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് കൃത്യമായ പിക്ചർ ഇല്ല എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ട ആദ്യത്തെ കാര്യം. പിന്നെ ഗൾഫിൽ മലയാളികൾ ഉള്ളതുകൊണ്ട് പലപ്പോഴും അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന വാർത്തകൾ നമ്മൾ പൊടിപ്പും തൊങ്ങലും വെച്ച് കയറ്റുന്നുണ്ട് നമ്മുടെ മാധ്യമങ്ങൾ. അതുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റ് ഈ ടൈം റേറ്റിംഗ് തൽക്കാലം 1 മാസത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഈ ടൈം റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഓരോ ചാനലുകളും ആവശ്യത്തിലധികം വാർത്തകൾ പൊലിപ്പിച്ച് കൊടുക്കുന്നത് അവസാനം നമുക്ക് വിനയായിട്ട് വരാം, ഇന്ത്യക്ക് തന്നെ വിനയായിട്ട് വരാം എന്നുള്ളത്. കാരണം ഇന്ത്യയുടെ ഏകദേശം 1 കോടിയോളം ആളുകൾ, അതിൽ വളരെയധികം പേര് മലയാളികളാണ്, ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. അപ്പൊ ഇതൊക്കെ വളരെ പ്രശ്നമാണ്. എത്രയും പെട്ടെന്ന് ഈ നമുക്കറിയാം എണ്ണ വില $77 കിടന്നത് ഇന്നലെ 120 വരെ വന്നു, ഇന്ന് തിരിച്ച് 88 ആയിട്ടുണ്ട്. അപ്പൊ ഇത് കൈവിട്ട് പോവുകയാണെന്ന് അമേരിക്കയ്ക്ക് കൃത്യമായ ബോധ്യതയുണ്ട്. അതിന്റെ ഒരു ലക്ഷണമാണ് ഇന്നലെ ട്രംപ് പറഞ്ഞത് കൊണ്ട് നമുക്ക് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഇന്നലെ ട്രംപ് ടെലിവിഷനിൽ കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞത്, ഞങ്ങൾ ഏകദേശം യുദ്ധത്തിന്റെ ലക്ഷ്യം നേടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നത്. അതേ സമയത്ത് റിപ്പബ്ലിക്കൻ മീറ്റിംഗിൽ പോയിട്ട് ഇത് യുദ്ധം തുടരുമെന്ന് പറയുകയും ചെയ്തു. ഈ ട്രംപിനെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ പഴയ ആവേശം അദ്ദേഹത്തിന് ഇപ്പൊ കാണുന്നില്ല എന്ന് നമുക്ക് എനിക്ക് അങ്ങനെ തോന്നുന്നു. ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള സാധ്യതകൾ നാം തള്ളിക്കളയണ്ട. ഇന്നത്തെ മാർക്കറ്റ് വളരെ ശക്തമായിട്ട് തിരിച്ചു കയറിയിട്ടുണ്ട്, ഇന്ത്യൻ മാർക്കറ്റ് ഉൾപ്പെടെ. അതൊക്കെ മാർക്കറ്റിനാണ് ഏറ്റവും വലിയ ഇന്റലിജൻസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു കളക്റ്റീവ് ഇന്റലിജൻസ്. അതുകൊണ്ട് തന്നെ യുദ്ധം അധികം നാൾ നീണ്ടു പോകാൻ സാധ്യതയില്ല. അമേരിക്ക യുദ്ധത്തിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞ് തടിയൂരും, ഇസ്രായേലിനും അതുകൊണ്ട് നിർത്തേണ്ടി വരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നമുക്ക് അത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ പ്രഡിക്ഷൻ പലപ്പോഴും യുദ്ധത്തിന്റെ കാര്യത്തിൽ നടക്കില്ല, പക്ഷെ അധികം നീണ്ടുപോകില്ലെന്നാണ് ഞാൻ ഇന്ന് ഈ സമയത്ത് വിചാരിക്കുന്നത്. യെസ്, അതാണ്. എന്തായാലും ഈ രീതിയിൽ ട്രംപിന് വലിയ ആവേശമൊന്നും സാർ കാണുന്നില്ല എന്ന് പറഞ്ഞത് എക്സാക്ട്ലി കറക്റ്റ് ആണ്. ട്രംപ് ഏതൊക്കെയോ രീതിയിൽ ഒതുങ്ങിപ്പോവുകയാണോ എന്ന് നമുക്ക് തോന്നുന്നു. പഴയ യുദ്ധവീര്യം ട്രംപിൽ നിന്ന് ചോർന്നു പോകുന്നു എന്ന് തോന്നുന്നു. പക്ഷെ ഇറാനെ കൂടുതൽ പ്രകോപിപ്പിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്നുള്ളതും സാർ വളരെ ക്ലിയർ ആയി പറഞ്ഞു കഴിഞ്ഞു. അവരുടെ പക്കൽ എത്രത്തോളം വലിയ യുദ്ധക്കോപ്പുകൾ ഉണ്ടെന്ന് പോലും മറ്റൊരു ലോക രാജ്യങ്ങളിൽ ആർക്കും അറിയില്ല. ഈ പറയുന്ന ഇസ്രയേലിനോ അല്ലെങ്കിൽ റഷ്യക്കോ പോലും ഒരു തിരുവാടുണ്ടെന്ന് തോന്നുന്നില്ല, അവരുടെ എത്രമാത്രം അവർ ശക്തരാണ് എന്ന കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ ഈ യുദ്ധം അവസാനിക്കും എന്നത് കണ്ടറിയേണ്ടതാണ്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.